साहिबा आए घर काहे ना ऐसे. ഹേയ് ഗായ്സ്, ഇന്ന് നമ്മൾ പുറത്ത് പോവുകയാണ്. എൻ്റെ റൂംമേറ്റ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. സോ നമ്മൾ ബർത്ത്ഡേ ട്രീറ്റിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയൊക്കെ വിളിച്ച് നേരെ കുറ്റിച്ചിറയിലേക്കാണ് പോകുന്നത്. നമ്മൾ ബീച്ച് വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ ആ ഈവനിങ്ങുള്ള ബീച്ച് വ്യൂ ആണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു ഇത്. അങ്ങനെ ഫൈനലി നമ്മൾ കുറ്റിച്ചിറ എത്തി. അപ്പോൾ അവിടെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു. സോ ഞങ്ങളത് കാണാൻ പോയി. എന്നുവെച്ചാൽ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നടക്കുന്ന വഴിക്ക് 2 പട്ടിക്കുട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് നടക്കുന്ന വഴിക്കുള്ള സ്കൈ വ്യൂ ആണിത്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ക്ലൂഷ് കഫേയിലേക്കായിരുന്നു. അങ്ങനെ നമ്മൾ മെനു കാർഡൊക്കെ വാങ്ങി കുറേ ഡിസ്കസ് ചെയ്ത് ഓൾമോസ്റ്റ് മെനു കാർഡിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഫേയും നല്ലൊരു കഫേയാണ്, ഒരു കുഞ്ഞു കഫേയാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കഫേയാണ്. ഒരു എസ്തറ്റിക് ലുക്കൊക്കെ ഉള്ളൊരു കഫേയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ വന്നു. ഞങ്ങൾ ചിക്കൻ ബർഗറും റാപ്പും മൊജീറ്റോവും കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ബീഫ് ബർഗർ കഴിക്കുന്നുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള ബർഗറായിരുന്നു. പിന്നെ അവിടുത്തെ ടെൻഡർ ചിക്കൻ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഞങ്ങൾ കഴിച്ചു തീർത്തു. പിന്നെ ഈ കോഫി അവിടുത്തെ ഒരു മസ്റ്റ് ട്രൈ കോഫിയാണ്. അതിന് ശേഷം ഞങ്ങളുടെ ലോഡഡ് ഫ്രൈസ് വന്നു. അങ്ങനെ ഞങ്ങൾ അതും കൂടി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. എന്നിട്ട് അവസാനം ഞങ്ങളൊരു കോഫിയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബീച്ചിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയുള്ള കോഴിക്കോടിൻ്റെ നൈറ്റ് വ്യൂ ആണിത്. അങ്ങനെ ഞങ്ങൾ നടന്ന് പിന്നെ ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നിയപ്പോൾ നമ്മൾ ഫോമി കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഗ്രേപ്പ് ഫ്ലേവറിലുള്ള ഐസ്ക്രീമായിരുന്നു, പക്ഷെ അവിടെ അതുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ വാനില ഐസ്ക്രീം വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അതുകൂടി കഴിച്ച് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എൻ്റർ ചെയ്തു. ഞാനൊരു ബീച്ച് പേഴ്സൺ അല്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ബീച്ചിൽ വന്നതല്ലേ ഒന്ന് കാല് നനക്കാന്നൊക്കെ. അങ്ങനെ ഞാനും ബീച്ചിലേക്ക് ഇറങ്ങി. പക്ഷേ നല്ല തിരയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പേടിച്ച് പിന്നെ തിരിച്ച് വന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ബീച്ച് വ്യൂ ഒക്കെ ഒന്ന് കണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നടക്കുന്ന വഴിക്ക് ഞാൻ പിന്നെയും കുറച്ച് പട്ടിക്കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉപ്പിലിട്ട് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ കാലമായി ഞാൻ ഉപ്പിലിട്ട് കഴിച്ചിട്ട്. സോ ഞങ്ങൾ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടി വന്നു. കുറേ ഐറ്റംസ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു മാങ്ങ ഉപ്പിലിട്ടതും പൈനാപ്പിൾ ഉപ്പിലിട്ടതും കൂടി പാഴ്സൽ വാങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ വിചാരിച്ചു പോവാന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോ ഒക്കെ വിളിച്ചു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബ്ലൂ ഡയമണ്ട് മാളിലോട്ടേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ നേരെ പോയത് നെസ്റ്റോയിലേക്കാണ്. എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വേഗം ഹോസ്റ്റലിലോട്ട് ചെന്നു. കാരണം ഞങ്ങളെ ഹോസ്റ്റൽ ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. പിന്നെ രാത്രി ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയ 2 പ്ലമ്മും കൂടി കഴിച്ചു.